ഹലോ. അപ്പോൾ നമ്മൾ 10th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 10th ചാപ്റ്ററിൻ്റെ പേരാണ് ചുലം ചുലി. ഇതൊരു കവിതയാണ്, ആനന്ദ്മയി കവിത. കുറേ കുട്ടികളെ കാണുന്നില്ലേ? അപ്പോൾ കുട്ടികൾ കളിക്കുന്നതിനെ പറ്റിയുള്ള ഒരു നല്ല കവിതയാണ്. നമുക്ക് കവിത വായിച്ചു നോക്കാം. माटी माटी खेले आओ पानी पानी खेले, धरती में बीजों को बोए खेल किसानी खेले, चुप्पम चुप्पी खेले आओ झूलम झूली खेले, चढ़े पेड़ पर पकड़म पकड़ी कूदम कूदी खेले. ശ്യാം സുശീൽ. അപ്പം ശ്യാം സുശീലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നല്ല കവിതയല്ലേ? നിങ്ങളും നല്ല ഈണത്തിൽ ഇതൊന്ന് പാടി നോക്കണം കേട്ടോ. അപ്പം എന്താ കവിതയുടെ അർത്ഥം എന്ന് നോക്കാം. മാട്ടി മാട്ടി ഖേലേ ആവോ പാനി പാനി ഖേലേ. മാട്ടി മാട്ടി ഖേലേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ മണ്ണിലിരുന്നുകൊണ്ട് കളിക്കുകയാണ്. മാട്ടി മാട്ടി എന്ന് പറഞ്ഞാൽ മിട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ മണ്ണിലിരുന്നാണ് കളിക്കുന്നത്. ആവോ പാനി പാനി ഖേലേ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ആവോ പാനി പാനി ഖേലേ. വെള്ളം കൊണ്ട് കളിക്കാം. എങ്ങനെയാണ്? മണ്ണിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കളിക്കാം. ധർത്തി മേ ബീജോ കോ ബോയേ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. മണ്ണിൽ ബീജവും, ബീജ് എന്ന് പറഞ്ഞാൽ സീഡ്. പല ചെടികളുടെയും പഴങ്ങളുടെയും ഒക്കെ വിത്തില്ലേ, അതിനാണ് പറയുക ബീജവും. കോ ബോയേ, അത് നമുക്ക് നടാം, കുഴിച്ചിടാം, അല്ലെങ്കിൽ വിതയ്ക്കാം ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖേൽ കിസാനി ഖേലേ. ഖേൽ കിസാനി ഖേലേ, അതായത് ഒരു ഫാർമർ ഫാം ചെയ്യുന്നത് പോലെ, ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത് പോലെ കളിക്കാം. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എന്താണ് കണ്ടത്? കുട്ടികളെല്ലാവരും മണ്ണിൽ കളിക്കുകയാണ്. വെള്ളമൊക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ കുഴച്ച് അതിൽ വിത്തുകളൊക്കെ നട്ട് ഒരു കർഷകനായി കളിക്കുകയാണല്ലേ. അടുത്ത സെക്ഷൻ എന്താ? ചുപ്പം ചുപ്പി ഖേലേ ആവോ झूलम झूली खेले, चढ़े पेड़ पर पकड़म पकड़ी कूदम कूदी खेले. രണ്ടാമത് കുട്ടികൾ കളിക്കുന്നത് മരത്തിൻ്റെ ചുറ്റുമാണ്. കണ്ടോ? ഒരു വലിയ മരം കണ്ടില്ലേ? അപ്പം മരത്തിൻ്റെ ചുറ്റും എന്തൊക്കെയാണ് കളിക്കുന്നത്? ചുപ്പം ചുപ്പി. ചുപ്പം ചുപ്പി എന്ന് പറഞ്ഞാൽ ഒളിച്ച് കളിക്കുക, അല്ലെങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതിനാണ് ചുപ്പം ചുപ്പി എന്ന് പറയുന്നത്. ആവോ ചൂലം ചൂലി ഖേലേ. കണ്ടില്ലേ ഊഞ്ഞാലാടുന്നത്? ചൂലം ചൂലി എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. ചടേ പേട് പർ പക്കട് പകടി. അപ്പം പക്കട് പകടി എന്ന് പറഞ്ഞാൽ എന്താ? ഓടി പിടിച്ച് കളിക്കുക അല്ലേ? ഒരാൾ ഓടുക, പിന്നാലെ വന്നിട്ട് അയാളെ പിടിക്കുക. അതിനാണ് പക്കടം പക്കടി എന്ന് പറയുക. ഇനി പിടിക്കാതിരിക്കാൻ വേണ്ടി എവിടെ വരെ കയറാം? ചടേ പേട് പർ, മരത്തിൻ്റെ മുകളിലേക്ക് കയറാം. കുദം കുതി കേലേ. ചാടി മറിഞ്ഞ്, കുദം കുതി എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്ന് മറിഞ്ഞ് കളിക്കാം. നിങ്ങൾ എന്തൊക്കെ കളികളാണ് കളിക്കാറുണ്ടോ? ഉണ്ടല്ലേ. സ്കൂളിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നിറയെ കളിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഈ കവിത. എല്ലാവരും നല്ല ഈണത്തിൽ നിന്ന് പാടി നോക്കണം, വായിച്ചു നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേലിയേ. എപ്പോഴും പറയുന്നത് പോലെ ഫസ്റ്റ് സെക്ഷൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. എന്നാൽ ഇതിൻ്റെ ഉത്തരം ടീച്ചർ എഴുതി തന്ന സെൻറ്റൻസ് നിങ്ങൾ അതുപോലെ പഠിക്കുക. ബച്ചേ ക്യാ ക്യാ കർ രഹേ ഹേ. കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? അവർ മണ്ണ് കളിക്കുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, പിന്നെ സീഡ് മണ്ണിൽ നടുന്നുണ്ട്, പിന്നെ ഒളിച്ച് കളിക്കുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ കൃത്യമായ വാക്കുകൾ ഈ പാട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എഴുതുക. ഓക്കെ. ആപ്കോ കോൻ കോൻ സേ ഖേൽ പസന്ദ് ഹേ. നിങ്ങൾക്ക് ഏതൊക്കെ കളികളാണ് ഇഷ്ടം? നിങ്ങൾക്ക് ഏത് കളിയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെഴുതുക കേട്ടോ. മാട്ടി മാട്ടി ഖേൽ കേസേ ഖേലാ ജാത്താ ഹോഗാ.
മാട്ടി മാട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു മണ്ണിൽ കളിക്കുകയാണ്. മണ്ണ് കൊണ്ട് കളിക്കുന്നതിനാണ് മാട്ടി മാട്ടി ഖേൽ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും മണ്ണിൽ കളിക്കുക? शब्दों का खेल शब्दों का दूसरा साथी घोषकर बताइए. അപ്പോൾ ഇവിടെ ഒരു കുറേ ശബ്ദങ്ങൾ, അതായത് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാരാന്ന്, അതായത് എൻ്റെ ഫ്രണ്ട് ആരാന്ന് കണ്ടുപിടിക്കുക. ലിഖിയെ ഓർ പഠിക്കർ സുനായിയെ. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പാട്ടിൽ കണ്ട വാക്കുകൾ തന്നെയാണ്. ചുപ്പം ചുപ്പി, ആവോ ചുപ്പം ചുപ്പി ഖേലോ എന്ന് പറഞ്ഞില്ലേ? അതിൽ ചുപ്പത്തിൻ്റെ പേരാരാണ്? ചുപ്പി. അതേപോലെ ചൂലം, പക്ഡം, കുദം, ഇതിൻ്റെയൊക്കെ പേരാരാന്ന് കവിതയിൽ നോക്കിയിട്ട് ഇതിൽ എഴുതുമല്ലോ അല്ലേ? നോക്കാം. അപ്പം झूलम झूली, പക്കടം പക്കടി, കൂതം കൂതി. ഇത് കവിതയിലുണ്ട് കേട്ടോ. അത് നോക്കി നിങ്ങളുടെ ബുക്കിൽ ഫിൽ ചെയ്യാം. നീച്ചെ ദിയേ ഗേ ശബ്ദോं के नाम सुनिए. അപ്പം താഴെ എഴുതിയിരിക്കുന്ന വാക്കുകളൊന്ന് വായിച്ചു നോക്കുക. ചൂല, ചൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. ചുപ്പം, ചുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒളിച്ച് കളിക്കുന്നതിന്, ഒളിക്കുകയാണ്. ഖേൽ, ഖേൽ എന്ന് പറഞ്ഞാൽ പ്ലേ, കളിക്കുക. ഝണ്ട, ഝണ്ട, ഝണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാഗ്. ഖേദ്, ഖേദ് എന്ന് പറഞ്ഞാൽ പാടം. ഛത്രി, ഛത്രി എന്ന് പറഞ്ഞാൽ കുട, അംബ്രല. बताइए इन नामों की पहली ध्वनि में क्या अंतर है. ഈ എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരത്തിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? എല്ലാത്തിൻ്റെയും ആദ്യത്തെ ലെറ്റർ സെയിം ആണോ? അല്ല അല്ലേ? ആദ്യത്തെ വേർഡിൻ്റെ ഛ, ചൂല, കണ്ടോ? ഛ. അടുത്തതോ ഛ. അപ്പം അത് ഝ, ഛ. വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം അതൊന്ന് പറഞ്ഞു നോക്കുക. അടുത്തതോ ഖേൽ, ഖ. അതും ഡിഫറൻസ് ആണ്. ഝ, ഛ, ഖ. ഝണ്ട, പിന്നെയും ഛ. ഖേദ്, ഖ. വീണ്ടും ഖ. ഛത്രി, ഛ. ഉണ്ടോ? ഛ. ഈ ചുപ്പൻ്റെ സെയിം ഛത്രി. नीचे दिए गए शब्दों को पढ़िए. अब इनमें ऊ या ऊ की मात्रा लगाकर नए शब्द बनाइए और लिखिए. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരുകളാണ് അടിയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൽ കുറച്ച് മാത്രകൾ മിസ്സിംഗ് ആണ്. ഊ അല്ലെങ്കിൽ ഊയുടെ മാത്ര ഇട്ടിട്ട് വേണം നമുക്ക് ഈ വാക്കുകൾ ഉണ്ടാക്കാൻ. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഫസ്റ്റ് വൺ, ഫൽ. ഇത് ഫൽ ആണോ? അല്ല അല്ലേ? ഇത് ഫൂലാണ്. ഫൂൽ. ഇവിടെയാണ് ഊടെ മാത്ര കൊടുത്തു കഴിഞ്ഞാൽ ഫൂൽ. ഇനി ബ്രിഡ്ജ്. ബ്രിഡ്ജിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് പുൽ. അപ്പൊ ഊടെ മാത്ര കൊടുക്കണം. പുൽ. ഇനി ഇത് പരിയല്ല, എല്ലാവർക്കും അറിയാം ഇതെന്താണ്? ഇതാണ് പൂരി. പൂ. ഓ ഉ ഊ. ഇപ്പൊ പൂരി. അടുത്തത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ജഗ്ഗാണ്. ഇതിന് പറയുന്ന പേരാണ് സുരാഹി. സു ഉ സുരാഹി. ഫൂൽ, പുൽ, പൂരി, സുരാഹി. പഠിയേ ഓർ മിലായേ. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഇത് കവിതയിലെ വരികൾ തന്നെയാണ്. നമുക്കിത് വായിച്ച് നോക്കിയിട്ട് ഈ ലൈൻസിൽ പറയുന്ന ചിത്രങ്ങൾ ഈ ചുറ്റുപാടിലും ഉണ്ടോ എന്ന് നോക്കാം അല്ലേ? ഫസ്റ്റ്, ചടേ പേട് പർ പക്കടം പക്കടി. മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് തൊട്ടോ പിടിച്ചോ കളിക്കുകയാണല്ലേ? എവിടെ? ഇവിടെ. അടുത്തത് ആവോ ചൂലം ചൂലികയല്ലേ. ചൂലം ചൂലി എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. എവിടെയാ ഊഞ്ഞാലാടുന്നത്? എവിടെയാണല്ലേ? ഓക്കേ. അടുത്തത് ചുപ്പം ചുപ്പൻ ചുപ്പായി ഖേലേ. ചുപ്പൻ ചുപ്പായി എവിടെ കളിക്കുന്നത്? ഒളിച്ച് കളിക്കുകയാണല്ലേ? ഇവിടെയാണ്. അടുത്തത് ധർത്തി മേ ബീജോം കോ ബോയേ. മണ്ണിൽ വിത്തുകൾ നടുകയാണ്. കണ്ടോ? വിത്ത് പാകുന്നത് കണ്ടോ കുട്ടി? ഓക്കെ.
खेल खेल में कक्षा के अपने साथियों के साथ मिलकर कविता में दिए गए खेल खेलिए. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കവിതയിൽ കൊടുത്തിരിക്കുന്ന കളികളൊക്കെ കളിക്കുക. खेल का चित्र बनाकर अपने परिवार के लोगों को बताइए. നിങ്ങൾ കളിച്ചാൽ മാത്രം പോരാ, ആ കളിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചിത്രം വരയ്ക്കണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. സ്വന്തമായി വരച്ച എല്ലാവരെയും കാണിക്കില്ലേ? കാണിക്കണം. ഛട്പട്ട് കഹിയേ. ഛട്പട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഈ കൊടുത്തിരിക്കുന്ന ഹിന്ദി ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് പറയണം. പറയാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? ഏക് ദബായി ഖഡ് ഏക് ദബായി പഡ് പായി ഏക് മട്ടർ ദോനോं दौड़ चढ़ आधी खाए घड़ आधी खाए पट वो देखो घड़पड़ सोए है സട്സട്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു. പക്ഷെ നിങ്ങളിത് ഫാസ്റ്റായിട്ട് പിന്നെയും വായിച്ചു നോക്കണം കേട്ടോ. അടുത്തത് മേരാ ഗാവ് ചിത്ര ഓർ ബാത്ചീത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ചിത്രം നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മേരാ ഗാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമം. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ടീച്ചറിൻ്റെ അടുത്തും ഒക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ വായിച്ച് പഠിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.